ഹലോ, ഇന്നത്തേതൊരു ചെമ്മീൻ തോരൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൊഞ്ച് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞങ്ങളിവിടെ ഇതിന് കൊഞ്ചെന്നാണ് പറയുക. അപ്പോഴത്തേക്ക് കൊഞ്ച് കഴുകിയത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിൽ ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളക് 4-5 അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചതും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അരപ്പ് വെക്കാം. അരപ്പായിട്ട് അരക്കപ്പ് തേങ്ങയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകം, 2 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയരുത്, ചാച്ചെടുക്കുന്ന പരുവം. അതെടുത്ത് നമുക്ക് കൊഞ്ചിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട. കൊഞ്ച് കുറച്ച് നേരം അടച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട് എന്നാല്. അപ്പോൾ അതിലോട്ട് ഈ അരപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. അതിൽ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കരിവേപ്പില കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നല്ല മണമായിരിക്കും, അരപ്പിന് നല്ല രസമായിരിക്കും. ഇത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു എപ്പോഴെങ്കിലും ഇടയ്ക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും തീയലായിരിക്കും ഉണ്ടാക്കുക. ഇന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ചെമ്മീൻ്റെ വീഡിയോ എടുത്തിട്ട് വലിയ കാര്യത്തിൽ വൃത്തിയാക്കാനൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ ഇത്തിരി അത്യാവശ്യം തിരക്കും കൂടെ ആയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന ഓർമ്മയില്ലായിരുന്നു. എല്ലാം ചെയ്തിട്ട് അരപ്പിടാൻ നേരമായപ്പോഴത്തേക്കാണ് അയ്യോ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട്സായിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ റെസിപ്പി പറഞ്ഞത്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ലാസ്റ്റ് വീഡിയോ ക്യാമറ കറക്റ്റായില്ല. അത് ഞാൻ ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ട് തന്നെ ചോറും കോരിയപ്പോഴത്തേക്ക് അത് ക്യാമറ ഒന്നും കറക്റ്റായിട്ട് വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതൊന്ന് ക്ഷമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചെമ്മീൻ തോരൻ അധികം ആരും അങ്ങനെ പരീക്ഷിക്കാത്ത ഒരു ഇതാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല രസമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ചെമ്മീനും സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ ഉഷാർ. താങ്ക് യു ഫോർ വാച്ചിങ്.